ഗായത്രി, മധ്യകേരളത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? മൂന്ന് മുന്നണികളും ഏകദേശം കളം പിടിച്ചു വരികയാണ് മധ്യകേരളത്തിൽ. എന്താണ് സാഹചര്യം? മനു, എന്തായാലും ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാനിരിക്കെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അല്ലെങ്കിൽ ഒരു മേൽക്കൈ നേടി എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുമുന്നണിയുടെ മധ്യകേരളത്തിലെ പ്രചരണങ്ങൾ എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എറണാകുളം മണ്ഡലം സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ എന്ന ടീച്ചറിന്റെ തന്നെ കർമ്മമണ്ഡലമായിട്ടുള്ള പറവൂർ തന്നെയാണ് ഇന്നുമുള്ളത്. പറവൂർ ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ടീച്ചർ സന്ദർശനം നടത്തുന്നത്. അത്തരത്തിൽ ഒരു സ്ഥലത്തേക്ക്, ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു നിയോജക മണ്ഡലത്തിൽ പലതവണ ഇതിനകം തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമായാണ് എന്തായാലും ടീച്ചറും മുന്നണിയും കണക്ക് കൂട്ടുന്നത്. രാവിലെ എലന്തിക്കര, പുത്തൻവേലിക്കരയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് ചേന്നമംഗലത്താണ് ടീച്ചർ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ സമയത്തിനുള്ളിൽ തന്നെ കളം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇടതുമുന്നണിക്ക് എറണാകുളം നിയോജക മണ്ഡലത്തിൽ നൽകുന്നത്. ഒപ്പം തന്നെ ഹൈബി ഈഡൻ ഇപ്പോഴും MP എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഒരു പ്രചരണം എന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക പ്രചരണം എന്തായാലും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് മാത്രം ശേഷമേ ഉണ്ടാകൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഇന്ന് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ അതിനുശേഷം കളത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങാനുള്ളൊരു അത്തരത്തിലൊരു കർമ്മപരിപാടിയാണ് എന്തായാലും ഹൈബി ഈഡനും കോൺഗ്രസും തയ്യാറാക്കിയിരിക്കുന്നത്. അത്തരത്തിലാണ് എറണാകുളം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടനം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടിയിൽ രവീന്ദ്രൻ മാഷ് എന്തായാലും ഇന്ന് സ്വകാര്യ സന്ദർശനങ്ങളും മറ്റ് ഇടങ്ങളുമൊക്കെ സന്ദർശിച്ച് തന്നെയാണ് പോവുകയാണ്. സ്വകാര്യ സന്ദർശനമാണ് ഇന്ന് എന്തായാലും ചാലക്കുടിയിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ബെന്നി ബെഹനാൻ വിവിധ മണ്ഡലം കൺവെൻഷനുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് ബെന്നി ബെഹനാൻ ഇന്നത്തെ പരിപാടികൾ. ഒപ്പം തന്നെ വിവിധ പൊതുപരിപാടികളിലും ഒരു MP എന്ന നിലയിൽ തന്നെ പങ്കെടുക്കുന്ന പരിപാടികളും അദ്ദേഹത്തിനുണ്ട്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ സുനിൽകുമാർ നാട്ടിക നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രചരണം നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം വിവിധ കൺവെൻഷനുകൾ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇരിങ്ങാലക്കുടയിലാണ് സുരേഷ് ഗോപിയുടെ നേതൃപ്രചരണ പരിപാടികൾ. K മുരളീധരൻ ഗുരുവായൂരും പ്രചരണം നടത്തുന്നു. ഇത്തരത്തിലാണ് തൃശ്ശൂരത്തെ ഇന്നത്തെ പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ജനങ്ങളെ നേരിട്ട് കാണുക എന്നൊരു രീതിയാണ് എന്തായാലും കോട്ടയത്ത് ചാഴിക്കാടൻ്റെ ഇന്നത്തെ ഒരു സന്ദർശനത്തിൽ ഉള്ള അല്ലെങ്കിൽ ഒരു പ്രചരണ പരിപാടികളിൽ ഉണ്ടാവുക. സൗഹൃദ സന്ദർശനങ്ങൾ, ഗൃഹ സന്ദർശനങ്ങൾ, അത്തരത്തിലുള്ള പരിപാടികളുമായാണ് ചാഴിക്കാടൻ എന്തായാലും മുന്നോട്ട് പോകുന്നത്. കോട്ടയത്ത് അങ്ങനെയാണ്. ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലാണ് ഇന്ന് സന്ദർശനം നടത്താനിരിക്കുന്നത്. ഇടുക്കിയിൽ ദേവികുളം നിയോജക മണ്ഡലത്തിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ഇന്ന് സന്ദർശനം നടത്തുക. ഉച്ചയ്ക്ക് ശേഷം മൂന്നാർ ടൗണിൽ റോഡ് ഷോ ഉണ്ട്. ഒപ്പം തന്നെ വൈകിട്ട് തൊടുപുഴ നിയോജക മണ്ഡലം കൺവെൻഷനിലും അദ്ദേഹം പങ്കെടുക്കും. ഡീൻ കുര്യാക്കോസിന്റെ ഇന്നത്തെ പരിപാടികൾ ഇടുക്കി IDA ഗ്രൗണ്ടിലാണ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ. ആലപ്പുഴയിൽ ആരിഫ് കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. അഴീക്കൽ ഹാർബറിൽ നിന്നാണ് രാവിലത്തെ പ്രചരണ പരിപാടികൾ അദ്ദേഹം തുടക്കം കുറിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഓച്ചിറയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ ഉണ്ടാവുക. KC വേണുഗോപാൽ ആഴ്ചയിൽ 2 ദിവസം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ആലപ്പുഴയിൽ തുടരുന്നത്. എന്തായാലും ഇന്ന് കാര്യമായ പ്രചരണ പരിപാടികൾ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി നേരിട്ട് നടത്തുന്നില്ല. വിവിധ ഗൃഹ സന്ദർശനം ഒക്കെ അല്ലെങ്കിൽ സന്ദർശനം ഒക്കെ ആയിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മുന്നോട്ട് പോകുന്നത്. ശരി, വ്യക്തമാണ് ഗായത്രി, വ്യക്തമാണ്. ഏതായാലും ആ രീതിയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വരാനിരിക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ നടത്തി LDF പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം ഈ ഘട്ടത്തിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളാണ് ഗായത്രി നൽകിയത്.